അത് അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ടല്ലോ. ഗായ്സ്, ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂരാണ് കേട്ടോ. അതായത് നമ്മുടെ സ്വന്തം തേക്കിൻകാടാണ് ഇപ്പോൾ ഉള്ളത്. ഈ വഴി കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് 3 യുവാക്കളല്ലേ, യുവാക്കളല്ല കേട്ടോ, കുട്ടികളാണ്. 9ാം ക്ലാസ്സിലല്ലേ ഇത് പഠിക്കണത്. 3 പേരെ കണ്ടു. ഒരു പെട്രോൾ വില വർധനവിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് സൈക്കിൾ റാലി കേരളം ഫുള്ളായിട്ട്. ഓക്കെ, നിന്റെ വീട് എവിടെ? എൻ്റെ വീട് കോഴിക്കോട്. കോഴിക്കോട്. ആ, അവിടെ നീ സൈക്കിളിൽ. അതേപോലെ പാലക്കാട്. നിങ്ങളിപ്പോൾ വരുന്നത് കാസർഗോഡിൽ നിന്നല്ല? പേര് പറഞ്ഞ? അമൽ. ഹബീബ്. ഈ ഒരു വഴി കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ശ്രദ്ധിക്കേണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവൻ്റെ ഈ ഒരു വണ്ടിയാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഫേസ്ബുക്കിൽ അതേപോലെ തന്നെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ആ ഒരു വണ്ടിയിൽ കുറച്ചുകൂടെ മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്തില്ല. ഒന്ന് ഫ്രണ്ടിൽ കയറ്റി വെച്ചാൽ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ശരിക്കും ഒരു ചാതക്കില്ല. അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ നോക്കുന്ന സമയത്ത് സൈക്കിള്. പക്ഷേ ഇതൊരു ഇലക്ട്രിക് ബൈക്കാണ്. ഓ, ഇത് ശരിക്കും നീ തന്നെ സ്വയം ഉണ്ടാക്കിയതാണോ? ആ, എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തു ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടാക്കാൻ? 40 വില. 30,000 ബാറ്ററിക്ക്. ഓ, 30,000 രൂപ ബാറ്ററിയാണ്. എവിടെ ഇരിക്കണേ? മോട്ടറും കൂടെ. ഓ, ഇതാണ് മോട്ടർ, ഇത് ബാറ്ററി. ആ, എന്നിട്ട് ഈ ഫ്രണ്ട് കിറ്റ് എവിടെ നിന്ന് ഒപ്പിച്ചടാ? ഫ്രണ്ട് പറളി. ആ, പൊളി മാർക്കറ്റ്. ഓ, പൊളിച്ചല്ലേ. മഞ്ഞ പെയിന്റ് അടിച്ചെന്തായാലും നന്നായി. നീ എവിടെ നിന്നാലും നിന്നെ സ്കെച്ച് ചെയ്യാൻ ആൾക്കാർ കളറൊക്കെ ഇട്ട്. ഞാൻ ഈ റോട്ടിൽ കൂടെ പോകുന്ന സമയത്ത് ഇവിടെ കിടന്നവനെ കണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. അത്ര ഒരു എടുത്ത് കാണിക്കലാണ് കേട്ടാ, വെറൈറ്റിയിലെ. അതേപോലെ തന്നെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് അതിന്റെ സ്വിച്ച് അതൊക്കെ ഹാൻഡിൽ തന്നെയാണുള്ള. പിന്നെ ഹോണ്. ഓ, പിന്നെ സ്പീഡ് ഇൻഡിക്കേറ്റർ. 3 സ്റ്റെപ്പ് ഉണ്ടല്ലോ ഗിയർ. പിന്നെ ഇത് എയർ ഹോണ്. ഓ, ഒന്നടിച്ചേ. ഓക്കെ, ഹോണിന് ബാറ്ററി ഉണ്ടല്ലേ. പിന്നെ ഇത് ആക്സിലേറ്റർ. എവിടെയാണോ ഇത്? എന്തൊരു സംഭവം? ഡിസ്പ്ലേ ഉണ്ടല്ലോ ഒരെണ്ണം. ബാറ്ററി ഇൻഡിക്കേറ്റർ ആണല്ലോ. ഒറ്റ ഫുൾ ചാർജ് ചെയ്ത് എന്തോരം ഓടിക്കാൻ? 50 കിലോമീറ്റർ. ചാർജ് എത്ര നേരം വേണം? 4 മണിക്കൂറിൽ 50 കിലോമീറ്റർ ഓടിക്കാം. അയ്യോ, ഇതിലേ അറിയാലോ നമുക്ക് ബാറ്ററി ലെവൽ ഐറ്റംസ് കാര്യങ്ങളൊക്കെ. ആ, ഇതിന് കീ ഉണ്ടല്ലേ? ഓ, പൊളിച്ച്. അവൻ ശരിക്കും ഇതിനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തും അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് ആയിട്ട് കണക്ഷൻ കൊടുത്തേക്കാണല്ലേ. അപ്പോൾ ഓടിക്കുമ്പോൾ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഓടിക്കുമ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിളായിട്ട് പോകും. ഓ, മിററും കാര്യങ്ങളൊക്കെ ആ സെയിം വണ്ടിയുടെ അല്ലേ? സെയിം, അതേതാണ്. ഓനെ സംഭവം പൊളിച്ചില്ലേ. ടയറും വീലൊക്കെ അതിൻ്റെ തന്നെ. ഓടിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. അയ്യോ, ഇത് എത്ര വരെ സ്പീഡിൽ കയറണോ? 22. ഓ, ഇത് നിന്റെ ലഗേജ്. ഇത് ലഗേജില്ലേ? ഇത് എന്തൊരു സംഭവം? ഇത് നമ്മുടെ സാധനങ്ങളൊക്കെ പെയിന്റ് ജെല്ല്, അതായത് പെട്ടെന്ന് എടുക്കാൻ പാകത്തിനുള്ള ഐറ്റംസ് അല്ലേ, അങ്ങനത്തെ ഐറ്റംസ്. അതേപോലെ ഇതാണെന്നുകൊണ്ടല്ലേ ഇതിന്റെ മെയിൻ യൂണിറ്റ്, ഇതിന്റെ കപ്പാസിറ്റർ. ഓ, ഇത് വേണമെങ്കിൽ ബാറ്ററി ചാർജ് കഴിഞ്ഞാൽ ചവിട്ടും ചെയ്യാം. ചവിട്ടുമ്പോ ചാർജ് ചെയ്യുന്ന സെറ്റപ്പ് ഉണ്ടോ? അത് വെക്കാൻ പറ്റില്ല. ഓ, അങ്ങനെ ഒരു പ്രശ്നം. അങ്ങനെ ഒരു പ്രശ്നം. ഈ വീല് നീ എങ്ങനെ ഒപ്പിച്ചോടാ? ഈ വീലും ഈ ഒരു മോട്ടർ അത് കടയിൽ പോയിട്ട്. ആ, വേറെ ഇലക്ട്രിക് വണ്ടിയുടെ വീല് വാങ്ങിച്ചാണോ? ആ, സൈക്കിളിന്റെ ഇലക്ട്രിക് സൈക്കിളിന്റെ കിറ്റ് ഫുള്ളായി വാങ്ങിച്ചത്. അങ്ങനെ ഇതാണ് കേട്ടോ ഈ ഒരു വണ്ടിയുടെ മോട്ടറിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. ശരിക്കും ഒരു ഇലക്ട്രിക് സ്കൂട്ടർ പോലെ അല്ലേ. ഓ, സംഭവം നൈസായിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുടാ. ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് നോക്കിയേ, പൊളി. നീ എത്രയിലാന്ന്? 9ാം ക്ലാസ്സിൽ പഠിക്കണ. പേരെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഉണ്ടാക്കിയ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ പ്ലസ് സൈക്കിളിലെ സൈക്കിള്. ചേതക്കിന്റെ ചേയും ഈ ഇലക്ട്രിക് സൈക്കിള് സൈക്കിൾ. ഓ, പൊളി. ആ, ChEcy. ഇതാണോ വണ്ടിയുടെ പേര്? ChEcy. ഓ, സൈക്കിൾ. ഈ വണ്ടിയുടെ പേര് ഇതാണ്, നീട്ട പേരാണ്. അയ്യോ, എന്തായാലും പൊളിച്ച്. നീ ഇതൊന്ന് ഓടിച്ച് കാണിച്ചെന്നെ, ഒന്ന് റൗണ്ട് അടിച്ചേ നീ. ഇതെനിക്ക് ഓടിക്കാൻ പറ്റൂടോ? സിമ്പിളായിട്ട് കയറിയിരിക്കാം. ഓ, സൗണ്ട് ഒന്നും ഇല്ല കേട്ടോ, ചെറിയൊരു മൂളല്ലേ. ഓ, അപ്പൊ അവന് വയ്യണ്ടാവുമ്പോ അവൻ പോകുമ്പോ നിങ്ങൾ ചവിട്ടി പോണല്ലേ. എടാ, സെറ്റ് ചെയ്യണ സൈക്കിളില് അവനൊപ്പം പിടിക്കും. ഓ, അവൻ വലിച്ചോണ്ടോളൂല്ലേ. ഓ, അയ്യോ, സംഭവം നൈസായിട്ട് കേട്ടോ. ഞാൻ നൈസായിട്ട് ഇതൊന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, ശരിക്കൊരു സൈക്കിളിനായിട്ട് വെയിറ്റ് ഉണ്ടല്ലേ. അയ്യോ, ഇതെനിക്ക് ഈ കാലത്തിലടാ. കുഴപ്പമില്ല. എന്നിട്ട് ഇത് ഓണാക്കിട്ട് ആക്സിഡന്റ് കൊടുത്താൽ വേണ്ടി മൂവിയും അപ്പുറത്താ. ഫസ്റ്റ് ഗിയർ ഇട്ടോളെ. ഫസ്റ്റ് ഇട്ടോളെ. ഈ കാലത്തില്ലാട്ടോ, ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കാല കയറ്റിട്ടാ അത് അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ടല്ലോ. നല്ല പവർ ഉണ്ട്. സ്റ്റാൻഡില്ല അല്ലേ?
ഓ അല്ല, അപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര ആളായി പോ റൈഡ്? 4ാമത്തെ ദിവസം. കാസർഗോഡ് നിന്ന് തൃശ്ശൂർ എത്തി. ഓ എത്ര ദിവസത്തെ ട്രിപ്പ് അത്? ആണല്ലേ. ഓ എന്തായാലും സംഭവം നൈസായിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ടെന്റ് ഒക്കെ എടുത്ത് സ്റ്റേ അടിക്കും. ഓ അപ്പൊ യുവാക്കളൊക്കെ പ്രതികരിച്ചു തുടങ്ങിയില്ലേ പെട്രോൾ വില വർധനവിനെതിരെ? വെറൈറ്റി പ്രതിഷേധം. അതും ഈ ഒരു സൈക്കിൾ ഇവ ഉണ്ടാക്കിയിട്ടുള്ള സ്വന്തം സൈക്കിൾ ബാറ്ററി ആക്കി. ഓ എന്തായാലും സംഭവം നൈസായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് കേട്ടോ. കണ്ടതിൽ പരിചയപ്പെട്ടതിൽ സന്തോഷം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള കേട്ടോ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. ഇവരെ എവിടെയെങ്കിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ എന്തായാലും കാണും. ഇവൻ ഈ സൈക്കിള് എവിടെയെങ്കിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം മാക്സിമം ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാൻ അടുത്ത ട്രിപ്പ് എവിടേക്കാളാ? എറണാകുളത്ത്. ഇന്ന് രാത്രി എത്തും. ഇന്ന് അവിടെയാണ്. ഓ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സഹായിക്കാൻ, ഡ്രസ് ഉണ്ടെങ്കിൽ സഹായിക്കാം അല്ലേ? ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെ? ഹോട്ടലിൽ സ്വന്തം സ്പോൺസർഷിപ്പ് ഒന്നുമില്ല. അതെ അല്ലേ? അപ്പൊ ഞാൻ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ പിള്ളേരെ സഹായിക്കുക. അതല്ലേ നമ്മുടെ ജയ്ഗുരുല്ലേ? വീട് അത് അതെ അല്ലേ? ഓ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വേണ്ടത് സ്റ്റേ ആണ്. സ്റ്റേ കിട്ടിയാൽ മതിയല്ലേ? ഇപ്പോൾ ഇവരുടെ നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എറണാകുളത്തുള്ളവരും അതേപോലെ തന്നെ അടുത്ത ദിവസം ആലപ്പുഴ ഇവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മുടെ പിള്ളേരുടെ റൈഡ് അങ്ങോട്ട് പൊളിച്ചടക്കുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലാണ് കേട്ടോ. ബൈ ബൈ.